ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ പറഞ്ഞാൽ ഞങ്ങളുടെ സമ്മർ വെക്കേഷൻ്റെ ഡയറീസാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, സമ്മർ വെക്കേഷൻ ഡയറീസ് നമുക്ക് ഇടാമെന്ന്. അപ്പോൾ അതിനു മുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെയുള്ള നോക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം എന്താ ഉള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ആദ്യം ചെയ്തിരുന്ന കാര്യം, ഞങ്ങളുടെ അടുത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു, വിച്ചു എന്ന് പറയുന്നത്. ഇതാണ്. അത് കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിച്ചു അബുദാബിയിലാണ്. ബാക്കി 2 കുട്ടികളും ഇവിടെ ഉണ്ട്. ഇതൊക്കെ നെയ്ബേഴ്സാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കണി വെച്ചുട്ടാ. ഇതാണ് നമ്മുടെ കണിട്ടാ. ഇത് 3 മാസം മുമ്പത്തുള്ളൊരു കാര്യമാണ്. ഇപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അങ്ങനെ വിഷുയുടെ 2ാമത്തെ ദിവസമാണ് ഇട്ടത്. ഇത് എൻ്റെ ചെറിയ മുത്തച്ഛനാണ്. പിന്നെ 2ാമത്തെ ദിവസത്തിന് ഫോട്ടോസൊക്കെയാണ് ഇതൊക്കെ. അമ്മയും കുട്ടിയും കൂടെയുള്ള ഒരു ഫോട്ടോ. ഇതെൻ്റെ ഒരു നെയ്ബറാണ് കേട്ടോ, ജാനമ്മ. അങ്ങനെ വിഷു അങ്ങനെ നന്നായിട്ട് ആഘോഷിച്ചു. അടുത്തത് ഞങ്ങളൊരു ഹൽദി ഫങ്ഷൻ പോയിണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് 2 ദിവസങ്ങൾക്ക് ശേഷം കല്യാണം നടന്നുണ്ടായിരുന്നു. ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ഐന്തനാസ്. എൻ്റെ ക്ലാസ്സിലത്തെ കുട്ടിയാണ് കേട്ടോ അത്. അത് കഴിഞ്ഞ ശേഷം എൻ്റെ ദൃശ്യക്കുട്ടിയാണ് കേട്ടോ. പിന്നെ പേരൻസും ഞാനും കൂടി ഫോട്ടോസൊക്കെ എടുക്കാൻ രസമല്ലേ. പിന്നെ ഇതെൻ്റെ അമ്മമ്മയാണ് കേട്ടോ. ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ആ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്ന ഫോട്ടോസൊക്കെ. അങ്ങനെ പിറ്റേ ദിവസം എന്താ പറയുക, അമ്മയുടെ സ്റ്റുഡൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. 12th സിലായിരുന്നു. ഇപ്പോൾ കോളേജിലൊക്കെ എത്തി. ഞങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. പേരൊക്കെ പറയാം: അഭിരാം, ദിൽജിത്ത്, നിസ്മ ആൻഡ് റുവ. പിന്നെ അമ്മ മേദുൽ ദേവികേനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു പരിപാടിക്ക്, എന്തോ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചൊക്കെ മടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയാണ് കേട്ടോ പോയത്. മേദുൽ ദേവിക ഒരു വലിയൊരു ഡാൻസ് ആർട്ടിസ്റ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അംഗം പാട്ടിൻ്റെ ഒരു പരിപാടി. പാട്ടിൻ്റെ പരിപാടി പറയാൻ പറ്റില്ല, വീട്ടിൽ തന്നെയാണ് പാട്ട് പാടുന്നത്. കരോക്കെയാണ് കേട്ടോ. മാമ്പഴക്കാലത്ത് ഉള്ളൊരു പറഞ്ഞില്ല ഞാൻ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടാണ് ഞാൻ പാടുന്നത്. അത് കഴിഞ്ഞ് കീബോർഡ് കുറച്ച് നേരം വായിക്കുകയാണ്. ഇതെൻ്റെ മുത്തശ്ശൻ മേടിച്ചു തന്നതാണ് കേട്ടോ. ഏപ്രിൽ 3-ാം തീയതിയാണ് ഈ കീബോർഡ് വന്നത്.
അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏപ്രിൽ ലാസ്റ്റാണ് അമ്മയുടെ ബർത്ത്ഡേ. അതിനുശേഷം ഈ എല്ലാ സൺഡേസൊക്കെ പാട്ട് ക്ലാസ്സൊക്കെ പോകുന്നില്ലേ. ഇത് ഒരു സിസ്റ്ററാണ് കേട്ടോ, ഭയങ്കര മിംഗ്ലിംഗ് ആണ്. പാട്ടും കീബോർഡാണ് ഇപ്പം എനിക്കുള്ളത്. പണ്ടത്തൊക്കെ ഒരു നൊസ്റ്റാൾജിക്ക് അമ്മ ഇങ്ങനെ മാങ്ങ കഴിക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് രാമേശ്വരത്ത് പോയതാണ്. വെക്കേഷനിൽ ഏറ്റവും ബെസ്റ്റ് ട്രിപ്പായിരുന്നു രാമേശ്വരം. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഗൗരി കൃഷ്ണ പറഞ്ഞൊരു ഹോട്ടലാണ് നിർത്തിയത്. ഞാൻ മസാല ദോശയാണ് കേട്ടോ കഴിച്ച്. ഇത് ഒരു ഫാമിലി ട്രിപ്പാണ്. ഇപ്പം ഞാൻ കാണിക്കുന്ന ഞാൻ ദൃശ്യക്കുട്ടനും മേമേനെ കെട്ടിപ്പിടിക്കുകയാണ്. പക്ഷെ ഇതാണ് ഈ ദൃശ്യക്കുട്ട എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുക. പാവം, ചെറിയ കുട്ടികളൊക്കെ അല്ലേ, തല്ലൂടലൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ സൈറ്റ് സീയിങ് ഒക്കെ കണ്ടു. അപ്പോൾ ഇവിടെ കടലൊക്കെ കണ്ടു. കടലാണ് കേട്ടോ. അപ്പോൾ രാമേശ്വരത്തൊക്കെ സമയത്ത് എത്താറായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് രാമേശ്വരത്ത് പോകുമ്പോൾ കുറേ ദൂരമൊക്കെ ഉണ്ടല്ലോ. അതും ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഈ ട്രിപ്പ് ഉണ്ടായിരുന്നു. വണ്ടി ഫോർസ് അർബാനിയാണ്. പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ മുത്തശ്ശനും അച്ഛനും മാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ പാമ്പൻ പാലമൊക്കെ നിർത്തി. ഞങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യമാണ് പാമ്പൻ പാലത്തിൽ ഒരു ട്രെയിനൊക്കെ ഇങ്ങനെ പോകുന്നത്. ഞാൻ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. നാളെ നമ്മൾ കണ്ടില്ല ഹൈദരാബാദിലൊക്കെ ട്രെയിനിലൊക്കെ കയറിയത്. അങ്ങനെ റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ എന്താ പറയുക ഡിന്നറൊക്കെ കഴിച്ചു. ഞങ്ങൾ ടെമ്പിൾ കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ രാത്രിയാണ് എന്നെ തല്ലോടിക്ക് വയ്യാതെയായി. ഈശ്വരാ, മേമയൊക്കെ ദൃശ്യക്കുട്ടികളൊക്കെ ചീത്ത പറഞ്ഞിട്ട് കുഴപ്പമില്ല. വികൃതി കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ അല്ലേ, ഒക്കെ വികൃതിയൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. എന്താ ചെയ്യുക, കുഴപ്പമില്ല, പാവല്ല. എന്നാലും ദൃശ്യക്കുട്ടനെ എന്നെ സ്നേഹിക്കുന്നൊരു സ്നേഹം. ഞങ്ങളുടെ ഹോട്ടൽ പറഞ്ഞാൽ വൃന്ദാവൻ ഇലൈറ്റാണ്, രാമേശ്വരത്തിൻ്റെ അടുത്താണ്. നല്ല ഹോട്ടലാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഈ ഹോട്ടൽ. അങ്ങനെ ദൃശ്യക്കുട്ടനെ കാർട്ടൂണൊക്കെ കുറച്ച് നേരം വെച്ചിട്ടാണ് ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഗുഡ് മോർണിംഗ്. പിറ്റേ ദിവസം മെയ് 18 ഞങ്ങൾ തിരിച്ച് പോവുകയാണ് രാമേശ്വരത്ത് നിന്ന്. സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, ഇനി നമ്മൾ വരുന്നതല്ലേ. ഇതൊക്കെയാണ് ഫോട്ടോസ്. ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഉറങ്ങുന്ന സമയത്ത് അമ്മയും മേമയും ചെറിയച്ഛനും കൂടി രാവിലെ രാമേശ്വരത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് രാമേശ്വരത്ത് പോകുന്നതെന്ന് മുത്തശ്ശനും അമ്മയൊക്കെ പറയുന്നുണ്ട്. മുമ്പേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോയിട്ടുണ്ടെന്ന്, പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല, ആദ്യമായിട്ടാണ് പോയത്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഫോട്ടോസ്, ഫുൾ ആൾക്കാരുടെ. മുത്തശ്ശനും അച്ഛനില്ല കേട്ടോ. അച്ഛൻ വരാത്തോണ്ടാണ് അച്ഛൻ ഇല്ലാത്തത്. മുത്തശ്ശനെ വേറെ എന്തോ കാര്യം പറഞ്ഞിട്ട്, എന്തോ തിരുവനന്തപുരത്ത് പോവാണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സിംഗറിനെ കാണണം, അതാണ് മുത്തശ്ശൻ വരാത്തത്.
അങ്ങനെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഹോട്ടൽ ടെമ്പിൾ സിറ്റി പറഞ്ഞൊരു ഹോട്ടലാണ് ഞങ്ങൾ പോയത്. ഞാൻ നീ റോസ്റ്റാണ് മേടിച്ചത്. ശരിക്കും മസാല ദോശ മേടിക്കായിരുന്നു, അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ധനുഷ്കോടിക്കാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ധനുഷ്കോടിക്ക് വരുന്നത്. ഞാൻ ഇതുവരെ പോയിണ്ടായിരുന്നില്ല. പണ്ടത്തെ രസം ഇപ്പോഴൊന്നും ഇല്ലാണ്. ഭയങ്കര ക്രൗഡൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ പുതിയ റോഡുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് വരാൻ പറ്റും. പണ്ടൊക്കെ വെള്ളത്തൂടെ പോകണം. ആ സമയത്ത് മുത്തശ്ശൻ ട്രിവാൻഡ്രം പോയിണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുത്തശ്ശൻ വേണുഗോപാലനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ചു വരുന്ന ദിവസത്തിലാണ് മുത്തശ്ശൻ പോയിണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. ചില ആൾക്കാരൊക്കെ ചോറാണ് കേട്ടോ ഉള്ളത്. ഞാൻ എങ്ങനെയൊക്കെ KFC ഒക്കെ കഴിച്ചു. പിന്നെ വരുമ്പോഴുള്ളൊരു കാഴ്ച, അത് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. ഭയങ്കര റെയറായിട്ടാണ്, ക്ലൗഡ്സൊക്കെ ഭയങ്കര റെയറിലാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ എൻ്റെ ഒരു അപ്രതീക്ഷിതമായിട്ട് ഞാനിങ്ങനെ റെയിൻബോനെ കണ്ടു. എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ അതിന് ശേഷം എന്താ പറയുക, ഈ സണ്ണൊക്കെ ഉണ്ടല്ലോ, മഴയൊക്കെ പെയ്തു. എന്നിട്ട് സണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാണ്. ഇതാണ് റെയിൻബോ, അപ്രതീക്ഷിതം. എൽഡർ ബ്രദറാണ് കേട്ടോ പറഞ്ഞത്, എന്നുവെച്ചാൽ എൻ്റെ അപ്പുച്ചേട്ടനാണ് പറഞ്ഞത്, ഇതേ റെയിൻബോ. അപ്പോൾ ഞാൻ ഞെട്ടി. അങ്ങനെ സ്നാക്സും പിന്നെ ഡിന്നറൊക്കെ കഴിച്ച ശേഷം രാമേശ്വരം ട്രിപ്പ് അവസാനിച്ചു കേട്ടോ. മെയ് 17-ഉം 18-ഉം ആയിരുന്നു കേട്ടോ ടൂർ ഡേറ്റ്. നല്ല ട്രിപ്പായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് പൊന്നാനി പോയിട്ടുണ്ടായിരുന്നു, കർമ്മ റൂട്ടിൽ. വെറുതെ പോയതാണ്. പിന്നെ കുറേയൊക്കെ വീഡിയോ എടുക്കാതൊക്കെ ഉണ്ട്. ഞങ്ങൾ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തൃശ്ശൂരൊക്കെ ശോഭ സിറ്റിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് നമ്മുടെ തൃശ്ശൂർ കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിൽ ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് ഞാൻ തൃശ്ശൂർ പോകുന്നത് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ കൂടെ കളിക്കാമല്ലോ, എൻ്റെ അനിയത്തിയും അനിയൻ്റെ കൂടെ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം. ബൈ.